പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ വരുന്നത് അയർലൻഡിൽ നിന്നാണ്. സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരിയിലാണ്. ഉടമ്പടി വെച്ചിരുന്ന ആദ്യത്തെ എൻ്റെ നിയോഗം OET എക്സാം ആയിരുന്നു. ഞാൻ 5 ടൈംസ് ഓൾറെഡി OET എഴുതിയ ഒരാളാണ്. എന്നിട്ടും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് 6ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ എൻ്റെ OET എക്സാം ക്ലിയർ ചെയ്തു. എക്സാം എഴുതുന്ന ടൈമിൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, തൈലം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. മാതാവിൻ്റെ പ്രത്യേക കരുണയാൽ ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്ത് ഞാൻ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അയർലൻഡ് പ്രോസസ്സിങ് മുഴുവൻ തന്നെയും വളരെ തടസ്സങ്ങൾ നിറഞ്ഞതായിരുന്നു. അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന്. അങ്ങനെ 1 വർഷം കൊണ്ട് ഞാൻ എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു മാതാവിൻ്റെ കൃപയാൽ. ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 8-ാം തീയതി എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ വിസ വേഗം വന്നു. അങ്ങനെ ഞാൻ പോകാനായിട്ട് റെഡിയായിരിക്കുന്ന ടൈമിലാണ് എൻ്റെ ഏജൻസി വിളിച്ചിട്ട് എന്നോട് പറയുന്നത് എൻ്റെ എംപ്ലോയർ എൻ്റെ ഓഫർ ക്യാൻസൽ ചെയ്തു. ആ സമയത്ത് ഏജൻസി എന്നോട് പറഞ്ഞു, ഷെറി നിനക്ക് പോവാം, കുഴപ്പമില്ല, പക്ഷേ നീ നിൻ്റെ റിസ്ക് എടുത്ത് തന്നെ അയർലൻഡ് പോകണം. അയർലൻഡ് പോയാൽ പോരാ, അവിടെ ചെന്ന് നമുക്ക് ഒരു RN ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യണം. ഇൻ കേസ് നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചു വരണം, തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് തന്നെ വീണ്ടും നോക്കണം. മാതാവിൽ വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒക്ടോബറിൽ തന്നെ ഞാൻ എൻ്റെ എല്ലാ മാതാവ് വിശ്വാസം അർപ്പിച്ച് ഞാൻ അയർലൻഡ് പോയി. അയർലൻഡ് ചെന്ന് ഒക്ടോബർ 12-ാം തീയതിയായിരുന്നു എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതിയ ആൾക്കാർക്കറിയാം അത് എത്രത്തോളം ടഫായിട്ടുള്ളൊരു എക്സാം ആണെന്ന്. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളും കാശുരൂപവും ഉപയോഗിച്ച് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാൻ സ്റ്റിൽ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് കൂടെ വന്നവരെല്ലാം ഓൾറെഡി ജോലിക്ക് കയറി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 1.5 മാസം 2 മാസത്തോളം ഞാൻ വെയിറ്റ് ഇരിക്കുകയാണ്. കാരണം അവിടെ താമസിക്കുന്നവർക്കറിയാം എത്രത്തോളം എക്സ്പെൻസ് ആണ് ആ സ്ഥലം എന്നത്. കാരണം നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് തന്നെ. അങ്ങനെ 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറയുവാണ്, ഷെറിൻ നിനക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നീ അത് അറ്റൻഡ് ചെയ്യുക. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. ഞാൻ നേർച്ച വസ്തുക്കളായി മാതാവിൻ്റെയും കാശുരൂപം, തൈലം, ഉപ്പ് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ക്ലിയർ ചെയ്തു. പിന്നെ ഏജൻസി ഓക്കെ വെയിറ്റ് ചെയ്യാം, നമുക്ക് പുതിയൊരു വർക്ക് പെർമിറ്റ് എടുക്കണം, നമുക്ക് ജോലിക്ക് കയറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വീണ്ടും 1 മാസം കഴിഞ്ഞ് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. ഇതിനിടയിൽ തന്നെ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവും കൂടെ മാതാവ് എനിക്ക് തന്നു. 2 ഇൻ്റർവ്യൂ തന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതുകൊണ്ട് അത് ക്ലിയർ ആയതുകൊണ്ടും ഏജൻസി എന്നോട് പറഞ്ഞു നീ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ നോക്കിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ജനുവരിയിൽ ഞാൻ RN ആയിട്ട് ജോലിക്ക് കയറുവാണ്. കയറി കുഴപ്പമില്ലാതെ പോരുവാണ്. എനിക്ക് മാതാവിൻ്റെ അടുത്ത് അന്ന് പോകാൻ നേരത്ത് അലക്സിനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നിൻ്റെ ജോബ് സെക്യൂർ ആയിട്ട് വന്ന് പറയുന്നതാവും നല്ലത്. അപ്പം ലാസ്റ്റ് വീക്ക് മൺഡേ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ സഞ്ചരിച്ച കാറിൻ്റെ ഫോട്ടോ ഇതാണ്. ഇതിൽ ഞങ്ങൾ 2 പേരെ ട്രാവൽ ചെയ്തത്. ഞാൻ ഈ തകർന്ന ഭാഗത്തിരുന്ന ഒരു വ്യക്തിയാണ്. മാതാവ് അതിൽ നിന്നും ഒരു പോറൽ പോലും ഇല്ലാതെ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എൻ്റെ ഈ ചീക്കിലുള്ള ഒരു സ്ക്രാച്ച് മാത്രമേ എനിക്കിപ്പോൾ വന്നിട്ടുള്ളൂ. കൈ ഒടിയോ വേറെ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. മാതാവിൻ്റെ കാശുരൂപം കൊന്തയും ഞാൻ എപ്പോഴും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് പ്രത്യേകം മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്, നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നീ ഇങ്ങനെ വന്നത്. കൂടെ ട്രാവൽ ചെയ്ത് എന്നെ കൊണ്ടാക്കാൻ വന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനായിരുന്നു. ആ ചേട്ടന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ചേട്ടൻ്റെ കൈക്ക് ചെറിയൊരു സർജറിയുടെ ആവശ്യം വന്നുള്ളൂ. പക്ഷെ ഒടിയോ നട്ടലിനോ ഹെഡ് ഇഞ്ചുറി അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക കരുണ കൊണ്ട് മാത്രമാണ്. അങ്ങനെ വീണ്ടും 1 വീക്ക് അവരെ ഏജൻസി കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ടിക്കറ്റ് ഇന്നത്തേക്ക് ആക്കി തന്നു. അങ്ങനെ ഞാനിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വഴിയാണ്.
മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ ഉപകാരങ്ങൾക്കും 1000 നന്ദി. കാരുണ്യപ്രവർത്തികൾ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വീടിനടുത്ത് തന്നെ ആരുമില്ലാത്ത അമ്മമാരുണ്ടായിരുന്നു. അവരെ കാണാൻ പോകും, അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പള്ളിയിൽ പോകുമ്പോൾ ആണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനതാ ചെയ്യാറ്. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് അവിടെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ ഓരോ ഓഹരി ഞാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ വീട്ടുകാർ അതെടുത്ത് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ കൊടുക്കും. ധ്യാനം, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാം ഇപ്പോഴും ഞാൻ കൂടും. പിന്നെ എനിക്ക് ഓഫ് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, നീ എപ്പോഴും പള്ളിയിൽ പോകും, ഞങ്ങളൊന്നും ഇങ്ങനെ പോവില്ലല്ലോ, നീ പള്ളിയിൽ പോകുന്നതുകൊണ്ട് മാത്രമാവും നിന്നെ മാതാവ് രക്ഷിച്ചല്ലേ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി. പിന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ കുറേ അറിയാനും ഒക്കെ എനിക്ക് പറ്റി. കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു ചേച്ചിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ചേച്ചിയുടെ ജോലി നഷ്ടപ്പെട്ടു. അയർലൻഡ് ജോലി നഷ്ടപ്പെട്ട തിരിച്ചു പോരാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ചേച്ചി പ്രത്യേകം എന്നോട് പറഞ്ഞു, ഷെർനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പ്രത്യേകം പ്രാർത്ഥിക്കാം. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിക്കിപ്പം നല്ലൊരു ജോലി റെഡിയായി. അതിനും പ്രത്യേകം മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37, 4, 5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഷെറിൻ തോമസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി ദൈവകരങ്ങളിൽ നമ്മളെ ഉടമപ്പെടുത്തുന്ന രീതിയാണ്. ദൈവകരങ്ങളിൽ ഉടമപ്പെടുത്തി സംശയമില്ലാതെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചാൽ, കണ്ണുകൊണ്ട് വിശ്വസിക്കുവാനാവാത്തത്, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുവാനാവാത്തത്, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴകൾ അമ്മ നിരന്തരം നൽകുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഈ മകൾ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോകുമ്പോൾ മകളുടെ വീട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാം കുറേ ആശങ്കകളുണ്ട്. അവിടെ ഇത്രയും പണം മുടക്കിപ്പോയി അവിടെ പോയി ഒന്നും ആയില്ലെങ്കിൽ വീണ്ടും തിരികെ കയറേണ്ടി വന്നാൽ എന്ത് വലിയ ആപത്താകുമെന്ന്. പക്ഷേ മകളുടെ മനസ്സിൽ കൃത്യമായ ഉറപ്പുണ്ട്, എൻ്റെ അമ്മ എന്നെ കൊണ്ടു നടന്ന് എനിക്കവിടെ ജീവിതം കരിപ്പിടിപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഉടമ്പടിയിലുള്ള വിശ്വസ്തത അനുഗ്രഹത്തിനുള്ള അടിത്തറയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഉടമ്പടി നമുക്ക് വിശ്വസ്തമായി ജീവിക്കുന്നുണ്ടോ, അനുഗ്രഹം നമുക്ക് ഉറപ്പായി കൂടെ വരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറയുന്നത്. ജീവൻ രക്ഷിച്ചതും ജീവൻ കരിപ്പിടിപ്പിച്ചതും കൃപാസന മാതാവെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതിന് എത്ര ദൂരമാണെങ്കിലും ഈ ആലയം വരെ ഓടിയെത്തുവാൻ എനിക്ക് പണമോ ദൂരമോ ബാധകമല്ലെന്ന് കൂടി ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് മകൾ ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.